സച്ചിയുടെയും രേവതിയുടെയും വിവാഹ വാർഷിക ദിവസം വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ സമയത്ത് അച്ഛൻ രേവതിയോട് ചോദിക്കുകയാണ്, മോളെ നാളെ എന്താ പ്രത്യേകത മോക്കറിയോ? അത് പിന്നെ അറിയില്ല അച്ഛന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അറിയാം കഷ്ടകാലം ഈ വീട്ടിലേക്ക് വന്നു കയറിയ ദിവസമാണ് എന്ന് പറയുന്നുണ്ട്. നീ ഒന്നും മിണ്ടാതിരിക്ക് ചന്ദ്ര എന്ന് പറഞ്ഞ് രവി വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് സച്ചി വരുന്നുണ്ട്. സച്ചിയോട് ചോദിക്കുകയാണ് രവി, എടാ നാളത്തെ പ്രത്യേകത എന്താണെന്ന് നിനക്ക് അറിയുമെന്ന് ചോദിക്കുമ്പം നാളെ എന്താ പ്രത്യേകത എന്ന് ആലോചിക്കാണ്. അപ്പോഴേക്കും ശ്രുതിയൊക്കെയോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് കാണുമ്പം രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. രേവതി ചോദിക്കാണ്, നാളെ എന്താ ദിവസം നിനക്ക് ഓർമ്മയില്ലേ? ഓർമ്മ വന്നു. നിന്റെ മനസ്സും കവർന്നോണ്ട് പണവും അച്ഛന്റെ പണവും കവർന്നോണ്ട് ഈ ഓടുകാലി ഒളിച്ചോടിപ്പോയ ദിവസമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നീ എന്തിനാടാ ആവശ്യമില്ലാതെ ഇപ്പൊ എന്നെ പറഞ്ഞത്? എന്താടാ ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്? രവി ചോദിക്കാണ്, നിനക്ക് അതല്ലാതെ വേറൊന്നും ഓർമ്മയില്ലടാ. വേറെന്ത് ദിവസമാ രേവതി എന്നാ ഓർക്കുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി അവനെ തല്ലുന്നുണ്ട്. ഒന്നുമില്ല മിണ്ടാതിരുന്നോ എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോവാണ്. എടാ നാളെ നിന്റെ കല്യാണ ദിവസമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഓ ശരിയാണല്ലോ, അത് ഞാൻ മറന്നുപോയി. ഈശ്വര, അവളിപ്പോ പിണങ്ങി കാണും, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നുണ്ട്. കല്യാണ ദിവസം പോലും അവന് ഓർമ്മയില്ല. അങ്ങനെ കുടിച്ചു കൂത്തടിച്ച് നടക്കല്ലേ അവൻ എന്ന് പറഞ്ഞ് ചന്ദ്ര വഴക്ക് പറയുമ്പോ രവി പറയുന്നുണ്ട്, ദേ മിണ്ടാതിരുന്നോണം, അല്ലെങ്കിൽ എന്റെ നല്ലത് മേടിക്കും നീ. ആവശ്യമില്ലാതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നാളെ ഞാൻ എന്തായാലും ചെറിയ രീതിക്ക് ഫംഗ്ഷനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് നന്നായിട്ട് തന്നെ നടക്കണം. അതിനിടയിലും കാണാം എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചാലേ ഞാൻ പിന്നെ അടങ്ങിയിരുന്ന് വരില്ല എന്നും പറഞ്ഞ് രവി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഈ സമയത്ത് മുറിയിൽ ചെന്നിട്ട് രേവതി അവിടെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവൻ ചോദിക്കാണ്, എന്താ രേവതി, എന്താ വിഷമിച്ചിരിക്കുന്നേ? ഒന്നും അറിയില്ലല്ലേ? നിങ്ങൾക്ക് അയാളിനെ പറ്റിച്ചിട്ട് പോയ ദിവസം ഓർമ്മയുള്ളല്ലേ? അല്ലാതെ നിങ്ങൾ എന്നെ വിവാഹം കഴിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ എനിക്ക് ഓർമ്മയില്ലാതിരിക്കോ? എങ്കിലും ആദ്യം വന്നത് അവന്റെ മുഖമാ. അവനെന്ന് അത്രത്തോളം ആണല്ലോ എല്ലാരും ചതച്ചിട്ട് കടന്നു കളഞ്ഞത്, അതുകൊണ്ടാ എന്ന് പറയുമ്പം അപ്പം നിങ്ങൾ എന്നെ താലി കിട്ടിയത് പോലും നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലേ? അതെങ്ങനാ? നിങ്ങൾ എന്നെ ഇഷ്ടമുള്ള താലി കിട്ടിയത് പിന്നെ എങ്ങനെ ഓർമ്മ വരും എന്ന് ചോദിക്കാണ് രേവതി. അത് നീ പോലെ സത്യമാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിന്നെ വന്ന പെണ്ണ് കണ്ട് മുറപ്രകാരം എല്ലാം ചെയ്ത് നിന്നെ താലി കെട്ടി കൊണ്ടുവരുന്നെങ്കിൽ അതൊക്കെ ഓർമ്മ വന്നേനെ. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് ആലോചിച്ച് നോക്കിയേ. എന്റെ ഏട്ടൻ ഇവിടുന്ന് അത്രയും പണവും അടിച്ചുകൊണ്ട് പോയി. ആ സമയത്ത് ഞാൻ സവാരി കഴിഞ്ഞ് വരുന്ന സമയമാണ്. ഇതെല്ലാം പറഞ്ഞ് അന്വേഷിക്കാനായിട്ട് ഓടി നടക്കലും പോലീസ് സ്റ്റേഷനും കേസും എന്തൊക്കെ ബഹളമായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴല്ലേ നിന്റെ കാര്യത്തിൽ താലി കെട്ടാൻ പറഞ്ഞ് വലിയൊരു ബോംബെടുത്ത് അച്ഛനിട്ടത്. എന്താ പറഞ്ഞേ? അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശമല്ല, അന്നത്തെ എന്റെ സിറ്റുവേഷൻ വെച്ച് ഞാൻ പറഞ്ഞതാ. അങ്ങനെ ഒരു ബോംബിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ പിന്നെ എന്ത് ചെയ്യാന്ന് ആലോചിച്ച് നോക്കി. അന്നേ ഞാൻ ആകെപ്പാടെ തകർന്നിരിക്കായിരുന്നു. ആ സമയത്ത് നിന്നെ കെട്ടാനും കൂടെ പറഞ്ഞു. അതാ പ്രശ്നമായത്, ഞാൻ അതുകൊണ്ടാ മറന്നുപോയത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അന്ന് ഞാൻ നിന്നെ കൊണ്ട് ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് കുറെ മേക്കപ്പ് ചെയ്തിട്ട് വന്ന് നീ ഓർക്കുന്നില്ലെന്ന് ചോദിക്കാണ്. ഓഹോ, അപ്പൊ നിനക്ക് അതൊക്കെ ഓർമ്മയുണ്ടല്ലേ? പിന്നെ അതൊക്കെ ഓർമ്മയില്ലായിരിക്കും രേവതി, അതെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. എങ്കിൽ പറ, നമ്മൾ രണ്ടുപേരും ആദ്യം എവിടെ വെച്ചാ കണ്ടെന്നറിയോ? അതെനിക്ക് ഓർമ്മയില്ലല്ലോ രേവതി. എങ്കിലേ എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളെ റോഡ് സൈഡിൽ കിടന്ന് കൂട്ടുകാരന്മാരായിട്ട് കുടിച്ചിട്ട് അടിയുണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനോ? നിങ്ങൾ തന്നെ. ഏത് തെരുവിലാ? ഏത് തെരുവാന്നൊക്കെ ഞാൻ ഇനിയിപ്പോ ഓർമ്മ വെച്ചേക്കാം. അല്ല, ഒട്ടുമിക്ക എല്ലാ തെരുവിലും ഞാൻ കുടിച്ചിട്ട് അലമുണ്ടാക്കിയിട്ടുണ്ട്. ഏത് തെരുവാന്നറിയില്ലല്ലോ, അതുകൊണ്ടാണ് എന്ന് സച്ചി പറയുമ്പോ രേവതി പറയാണ്, രണ്ടാമതൊടച്ച കണ്ടെന്നറിയാവോ? ഒരമ്മേനെ വാടക വീട്ടിലും ഇറക്കി വിടാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബഹളം വെച്ചില്ലേ? അപ്പോ അയ്യോ രേവതി, ഞാൻ ഓരോ ഇറക്കി വിട്ടൊന്നുമല്ല. അതെനിക്ക് മനസ്സിലായി. ആദ്യം നിങ്ങൾ ഇറക്കി വിട്ടാണെന്നാ ഞാനും കരുതിയത്. പിന്നെ സംഭവത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലായത് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ നിങ്ങളെ പല സ്ഥലത്ത് വെച്ചും കണ്ടിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് നിങ്ങളെ കാണുന്ന പോലും വെറുപ്പായിരുന്നു. നിങ്ങളൊരു റൗഡി അല്ലായിരുന്നു എന്ന് ചോദിക്കാണ്. അതെന്താ, ഇപ്പൊ ഞാൻ റൗഡിയല്ലേ? ഇപ്പൊ നിങ്ങൾ റൗഡിയൊന്നുമല്ല, പക്ഷേ എന്റെ മനസ്സ് കട്ടെടുത്ത റൗഡിയാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും അവരുടേതായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ രേവതി എണീച്ച് കുളിച്ചൊക്കെ ഒരുങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് സച്ചിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പൂജാമുറിയിലേക്ക് അവനോട് വരാൻ പറയുന്നുണ്ട്. എന്നിട്ട് അവള് ഈ വിഭൂതിയൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്ത് അങ്ങോട്ടേക്ക് രേവതിയുടെ അമ്മ കയറി വരുന്നുണ്ട്. അമ്മ അങ്ങോട്ടേക്ക് കയറി വരുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കാണ്, എന്തെങ്കിലും വിശേഷമുണ്ടെന്ന് അറിഞ്ഞാൽ മതിയല്ലോ, അപ്പൊ തന്നെ കെട്ടിയൊരുങ്ങി ഇങ്ങോട്ടേക്ക് വന്നോളൂ. കൂടെ രേവതിയുടെ അനിയത്തിയുണ്ട് കേട്ടോ.
അത് പിന്നെ നാളെ ഇന്നിവരെ കല്യാണ ദിവസമല്ലേ, അതുകൊണ്ട് ഞങ്ങള് ചെറിയ ചടങ്ങ് വെക്കാൻ വന്നതാ. പിന്നെ 10 കാറും ബെൻസ് കാറും കൊണ്ടല്ലേ വന്നിരിക്കുന്നത്, അതോ 10 പവന്റെ സ്വർണം കൊണ്ടാണ് വന്നിരിക്കുന്നത്? മകൾക്ക് ചടങ്ങ് ചെയ്യാൻ വന്നിരിക്കുന്നു, നാണമില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും രവി പറയാണ്, അതൊക്കെ ഓരോ സാഹചര്യം അനുസരിച്ചിരിക്കും. അല്ല ചന്ദ്രേ, നമ്മുടെ ആദ്യത്തെ വിവാഹ വാർഷികത്തിന് നിന്റെ വീട്ടിൽ നിന്ന് എന്താ കൊണ്ടുവന്നത്? 10 പവന്റെ സ്വർണം കൊണ്ടുവന്നോ? ഇല്ലല്ലോ, വീട്ടിൽ നിന്ന് ആരും വന്നതുപോലും ഇല്ല. എന്നിട്ടാണല്ലോ കൂടുതൽ ഡയലോഗ് അടിക്കാതിരിക്കുന്നത്. മിണ്ടാതെ ഇരുന്നോണം എന്ന് പറയുന്നുണ്ട്. വന്നവർക്ക് പോയി കാപ്പി എടുക്കുമെന്ന് പറയുമ്പം ഞാൻ എടുക്കാനോ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്ക് രേവതി, വേണ്ടച്ചാ, ഞാൻ ചായ എടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് ചായ കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് മോളെ ഒരു പ്ലേറ്റ് എടുത്തോണ്ട് വാന്നും പറഞ്ഞിട്ട് രേവതിയെ കൊണ്ട് ഒരു പ്ലേറ്റ് എടുപ്പിക്കുകയാണ്. അങ്ങനെ പ്ലേറ്റിനകത്ത് കുറെ പഴങ്ങളും അതും ഇതുമൊക്കെ വെച്ച് ഇവര് കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് അങ്ങോട്ടേക്ക് വർഷ കയറി വരുന്നുണ്ട്. ആഹാ ആന്റി, അന്നുണ്ടാക്കി മുറുക്ക് കൊണ്ടിട്ടുണ്ടോ ചോദിക്കുമ്പോഴേക്കും ഉണ്ട് മോളേന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കുകയാണ്. അവളെടുത്ത് കഴിച്ചിട്ട് സൂപ്പറാണെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, മോളെ അതൊന്നും തിന്നല്ലേ, അതൊക്കെ പന്ന എണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും, മോക്കത് തിന്ന് ശീലമില്ലോ എന്ന് പറയുമ്പം അവള് നമ്മുടെ രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, ഇല്ല ഞാൻ നല്ല എണ്ണ തന്നെ ഉണ്ടാക്കിയത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും വർഷ പറയാണ്, അമ്മേ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതിലും നല്ലതാ വീട്ടിലത്തെ ഫുഡ് കഴിക്കുന്നത്, ഇവര് അത്രയ്ക്ക് വൃത്തിയുണ്ടാക്കുള്ളൂന്നൊക്കെ എനിക്കറിയാം എന്ന് പറയുന്നുണ്ട്. രവി പറയാണ്, മോള് കഴിച്ചോ, ഇവക്കെ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ, അതുകൊണ്ട് മനഃപൂർവ്വം കിടന്ന് ഓരോന്നൊക്കെ പറയാ, അതൊന്നും മോള് കാര്യാക്കണ്ട, എങ്ങനെയെങ്കിലും ഇവരെ കൊച്ചാക്കണമല്ലോ, അതുകൊണ്ടാ ഇവളെങ്ങനെയൊക്കെ പറയുന്നേ എന്നും പറഞ്ഞ് രവി വഴക്ക് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആഹാ, മോളോടുണ്ടായിരുന്നോ? പിന്നെ മോളുടെ കാര്യങ്ങളെല്ലാം ഇവള് പറഞ്ഞിരുന്നു. അച്ഛന് ജയിലിലല്ലേ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു മലയ്ക്ക് മുകളിൽ ഒരു അമ്പലമുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും മോളുടെ അച്ഛൻ ഇങ്ങോട്ടേക്ക് എത്തും എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അവരോട്. ഓഹോ രേവതി, അപ്പൊ നീ എന്റെ കാര്യം മൊത്തം നാട്ടിൽ മൊത്തം പാടി നടക്കുക അല്ലേ? അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അമ്മയോട് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറയല്ലോ, ഞങ്ങളൊന്നും അങ്ങനെ പറയാറില്ല. മറ്റൊരാളുടെ പേഴ്സണൽ കാര്യങ്ങള് പോയി പറഞ്ഞു നടക്കുന്നേ അത്ര അന്തസ്സുള്ള കാര്യമൊന്നും അല്ല, എനിക്ക് ആരുടെ ഉപദേശത്തിന് ആവശ്യമില്ല എന്ന് പറയുമ്പം ചന്ദ്ര ചോദിക്കുകയാണ്, നിങ്ങള് എന്റെ ശ്രുതിമോളെ മനഃപൂർവ്വം ഹേർട്ട് ചെയ്യാൻ വേണ്ടി വന്നാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവര് പറയുന്നുണ്ട്, അയ്യോ അല്ല, ഞാൻ സ്നേഹം കൊണ്ട് പറഞ്ഞതാ, ഇവരും എനിക്ക് മോളെ പോലെ തന്നെയല്ലേ, അച്ഛനില്ലാത്തൊരു കുടുംബത്തിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയാണ്, വേണ്ട ആന്റി, ആവശ്യമില്ലാത്തൊന്നും പറയണ്ട, എന്റെ കുടുംബത്തിന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, എന്റെ അച്ഛൻ എവിടെയോ ആയിക്കോട്ടെ, അതൊന്നും പറഞ്ഞ് കുത്തി നോവിക്കാൻ നിങ്ങൾ അങ്ങോട്ടേക്ക് വരണ്ട എന്നും പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട്. രവി പറയാണ്, നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, അവളുടെ അച്ഛൻ ജയിലിലായത് പിന്നെ ആകെപ്പാടെ വിഷമത്തിലാ, അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നും പറഞ്ഞ് അങ്ങനെ ഈ ഒരു ഇതൊക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സച്ചി കയറി വരുന്നുണ്ട്. സച്ചിക്കും ഇതെല്ലാം എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഡ്രസ്സും എടുത്ത് കൊടുക്കുന്നുണ്ടോ, രണ്ടുപേർക്കും ഓരോ ചെറിയ ഡ്രസ്സും കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിട്ടുകൊണ്ട് വേണം മോനെ നാളെ ഇന്ന് വരാണെന്ന് പറയുമ്പോഴേക്കും ഞങ്ങളൊക്കെ വന്നേക്കാം, ചോറിനിട്ട് പോകാന്ന് പറയുമ്പോൾ വേണ്ട മോനെ ഞങ്ങൾ പോയേക്കാണ്, എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതിയുടെ അമ്മ അവിടുന്ന് പോയി കഴിയുമ്പോഴേക്കും രേവതി അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട്. പിന്നാലെ തന്നെ ശ്രുതി പോവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, രേവതി, നിന്റെ വീട്ടുകാരൻ കാര്യത്തിൽ ഞാൻ ഇടപെടുമ്പോൾ എന്തൊക്കെയാ നീ സച്ചി ഞങ്ങളെ പറയാറുള്ളത്, അതുപോലെ തന്നെയാ എനിക്കും എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമില്ല. അമ്മ നല്ലൊരു കാര്യമില്ലേ പറഞ്ഞത്, അവിടെ പോയി പ്രാർത്ഥിച്ചാ നല്ല അനുഗ്രഹം ഉണ്ടാവും, അതുകൊണ്ട് പറഞ്ഞതാ, അതിന്റെ ഒന്നും ആവശ്യമില്ല, എന്ത് ചെയ്യണമെന്നേ ഞങ്ങൾക്കറിയാം, അതിൽ കൂടുതൽ നിന്റെ വീട്ടുകാർ ഇടപെടണ്ട, അത് മാത്രല്ല എന്റെ കാര്യങ്ങളൊന്നും നീ അങ്ങോട്ടേ പറയാൻ വേണ്ട, എനിക്കത് ഇഷ്ടമില്ല, മനസ്സിലായല്ലോ എന്നും പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പോവാണ്. രേവതിക്കും അല്ലാണ്ട് വിഷമമാവുന്നുണ്ട്. അങ്ങനെ സച്ചിയും രേവതിയും അവരെ അമ്മ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ എടുത്ത് ഇട്ട് നോക്കുന്നുണ്ട്. ശേഷം അവരുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ് എന്നും പറഞ്ഞ് എല്ലാവരോടും ചോദിക്കാൻ കേട്ടോ. ഈ സമയത്ത് സച്ചി പറയാണ്, അമ്മയും അച്ഛനും ഇങ്ങോട്ടൊന്ന് ചേർന്ന് തന്നെ, രേവതി നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അച്ഛമ്മ കയറിയിരുന്നുണ്ട്. അച്ഛമ്മയെ കണ്ടവാടെ ഓടിച്ചെന്ന് സച്ചി അച്ഛമ്മയെ എടുത്ത് വട്ടം കറക്കുന്നുണ്ട്. എടാ താഴെ നിർത്തടാന്ന് പറഞ്ഞ് അച്ഛമ്മ ബഹളം വെക്കാണ് കേട്ടോ. എന്റെ പൊന്നച്ഛമ്മ എന്തിനാ ഇപ്പം സർപ്രൈസ് ആയിട്ട് വന്നതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് സച്ചി കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അതേടാ ഞാൻ സർപ്രൈസ് ആയിട്ട് തന്നെ വന്നതാ, അത് ഇന്നെന്താ ദിവസമെന്ന് അച്ഛമ്മയ്ക്ക് അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്.
അതൊക്കെ എനിക്കറിയാടാ. അതുകൊണ്ടല്ലേ ഇന്ന് സർപ്രൈസ് ആയിട്ട് തന്നെ ഞാൻ നിങ്ങളെ കാണാൻ വന്നത് എന്ന് പറയുന്നുണ്ട്. ഞാൻ അങ്ങനൊന്നും മറക്കില്ലെന്ന് പറയുമ്പം രേവതി പറയാണ്, സച്ചിയേട്ടനോടെ ഇന്നലെയാ ഞങ്ങൾ പറഞ്ഞ് ഓർമ്മിപ്പിച്ചത്, അതുകൊണ്ടാ ഇന്ന് ഓർമ്മയെങ്കിലും വന്നത് എന്ന് രേവതി പറയുന്നുണ്ട്. ആണോടാ എന്ന് ചോദിക്കുമ്പം അത് പിന്നെ ഓരോ ടെൻഷനല്ല അച്ഛമ്മേ, അതൊക്കെ അങ്ങ് മറന്നുപോയി എന്ന് പറയുന്നുണ്ട്. രേവതി മോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് മുത്തശ്ശി ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ശ്രുതി മോളെ ഇന്ന് ജോലിക്ക് പോകണ്ടെന്ന് ചോദിക്കുമ്പോൾ വേണം, കുറച്ചൊരു കഴിഞ്ഞിട്ട് പോകാൻ ഓർത്തിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴായിരിക്കും വർഷ അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. അച്ഛമ്മയെന്ന് പറഞ്ഞ് വർഷയും വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും അച്ഛമ്മ പലഹാരമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആദ്യം തന്നെ അത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇവനൊരു മാറ്റവും ഇല്ലല്ലേ എന്ന് അച്ഛമ്മ പറയുമ്പോൾ ഒരു മാറ്റവും ഇല്ലെന്ന് സച്ചി പറയാണ്. അപ്പോഴേക്കും ശ്രുതി പറയാണ്, അല്ല അച്ഛമ്മേ, ശ്രുതിയാണെങ്കിൽ ഇപ്പോൾ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതെ അതെ വലിയൊരു ഷോപ്പ് അച്ഛമ്മേ, ഈ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ എന്ന് പറയുമ്പോഴേക്കും മതിയുടെ നിർത്തടാ, നിന്റെ പൊങ്ങച്ചാടി നിർത്ത് എന്നും പറഞ്ഞ് സച്ചി പറയുമ്പോഴേക്കും ശ്രുതി പറയാണ്, നിനക്കെന്താ സച്ചി, അവൻ പറയുന്നതിൽ നിനക്കെന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല മേഡം എന്ന് പറയുമ്പോഴേക്കും രേവതി കയ്യെ പിടിച്ചിട്ട് ഒന്നും മിണ്ടാര് സച്ചിയുടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അച്ഛമ്മേ, എന്തായാലും ദാ ഞാനിതേ രേവതിക്ക് വേണ്ടി വാങ്ങിയതാ, അച്ഛമ്മ തന്നെ അവളുടെ കയ്യിലേക്ക് ഇട്ടു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും ഒരു സ്വർണ്ണ മോതിരമാണ് എന്ന് പറയുമ്പം, ആഹാ നീ കൊള്ളാലോടാ, പണ്ടൊക്കെ ഓരോ കാര്യങ്ങള് ഞങ്ങൾ എല്ലാവരും നിനക്ക് പറഞ്ഞു തരണമായിരുന്നു, ഇപ്പം ഇതൊക്കെ ചെയ്യാൻ മാത്രം പഠിച്ചല്ലേ, കൊള്ളാം കൊള്ളാം, നീ എന്തായാലും ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എടാ ഇത് ഞാനല്ല ഇട്ട് കൊടുക്കേണ്ടത്, നീയാ ഇട്ട് കൊടുക്കണ്ടേ, നീയല്ല അവളുടെ ഭർത്താവ്, നിങ്ങളുടെ അല്ലേ വിവാഹ വാർഷികം, അപ്പോഴേ നീ വേണം ഇട്ട് കൊടുക്കാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളുടെ കയ്യിലേക്ക് ഈ മോതിരം ഇട്ട് കൊടുക്കാണ്. രേവതി പറയുന്നുണ്ട്, അച്ഛമ്മേ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ്, ഉച്ചയ്ക്ക് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരാൻ ഓർത്താണ് എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ്, അവിടുന്ന് കഴിക്കാനോ, അപ്പൊ ഇവിടെ ആര് ലഞ്ച് ഉണ്ടാക്കും എന്ന് ചോദിക്കുമ്പോഴേക്കും അച്ഛമ്മ ചോദിക്കുകയാണ്, എന്താ ചന്ദ്രേ, അവളാണോ എപ്പോഴും ഫുഡ് ഉണ്ടാക്കുന്നേ, അവളെന്തോട്ട് അടുക്കളക്കാരി വല്ലതാണോ, നിനക്കുണ്ടാക്കിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അമ്മയും ഞാൻ, എന്താ നീ ഉണ്ടാക്കിയാല്, മര്യാദക്ക് അടുക്കളയിലേക്ക് കയറിക്കോ, വൈകുന്നേരം ഇവിടെ ഫംഗ്ഷൻ ഉണ്ടെന്ന് ഇവൻ എന്നോട് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ആ ഫംഗ്ഷന് നീ വേണം എല്ലാവർക്കും പാചകം ചെയ്യാൻ. ഞാൻ ഒറ്റയ്ക്കോ, നിന്റെ 2 മരുമക്കൾ വേറെ ഉണ്ടല്ലോ, അതുപോലെ നിങ്ങളുടെ മക്കളും ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും കൂടെ കൂടിയിട്ട് ആ ഭക്ഷണമൊക്കെ പാചകം ചെയ്തോണം. സച്ചി രേവതി നിങ്ങൾ വീട്ടിലേക്ക് പോയി സന്തോഷമായിട്ട് തിരിച്ചെന്നാ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിയും രേവതിയും കൂടിയിട്ട് അവിടെ നിന്ന് അവരുടെ വീട്ടിലേക്ക് പോവാണ്. ചന്ദ്രയാണെങ്കിലോ ഒരു പണിയും ചെയ്യാതെ നിൽക്കായിരിക്കും കേട്ടോ. അപ്പോഴേക്കും അച്ഛമ്മ വന്നിട്ട് എന്താ പാചകം ചെയ്തില്ലേ ചോദിക്കുന്നുണ്ട്. ചെയ്യാമേന്നും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് കയറുകയാണ്. ഓരോന്നോരോന്ന് പറഞ്ഞ് അച്ഛമ്മ എല്ലാ ജോലിയും അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്രയെ കൊണ്ട് നല്ലവണ്ണം പണിയെടുപ്പിക്കുകയാണ് നമ്മുടെ അച്ഛമ്മ. അച്ഛമ്മ വിളിക്കുന്നിടത്തെല്ലാം ചന്ദ്ര ഓടിയോടി പോകുന്നുണ്ട്. ശ്രുതി ഞെട്ടലോട് നോക്കി നിൽക്കാണ്, നമ്മുടെ അമ്മയാണോ ഇത് എന്ന്. അങ്ങനെ വല്ലാണ്ട് വേർത്ത് കുളിച്ച് ഹാളിൽ വന്നിരിക്കുന്നുണ്ട് ചന്ദ്ര. ശ്രുതി ചോദിക്കുകയാണ്, എന്താ അമ്മ ഇത്രയും കഷ്ടപ്പെടുന്നേ? അപ്പൊ പറയുന്നുണ്ട്, മോനെ അതിനകത്ത് ഭയങ്കര ചൂടാ, എനിക്ക് നിൽക്കാൻ വയ്യ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ്, എങ്കിൽ പിന്നെ ശ്രുതിയെ കൂടി വിളിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് കിള്ളുന്നുണ്ട്. മോനെ അവൾക്ക് ബ്യൂട്ടി പാർലറിൽ പോകാനുള്ളതല്ലേ, ഒരുപാട് ജോലിയൊക്കെ ഉള്ളതല്ലേ, അവിടുന്ന് വന്ന് ജോലി ചെയ്യണ്ടേ, പാവം എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാണ്. അപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് ഭാമ വരുന്നത്. ഭാമ ചോദിക്കാണ്, എന്ത് പറ്റിയടി, ആകെപ്പാടെ വേർത്ത് കുളിച്ചിരിക്കുന്നല്ലോ. എന്റെ പൊന്നടി, അങ്ങേറെ അമ്മ വന്നിട്ടുണ്ട്, വന്നത് പാടെ എന്നെ ഇട്ട് പെടുത്തുവാ, എനിക്കൊരു സമാധാനം തരുന്നില്ല. അല്ല രേവതി എവിടെ പോയി? ഇന്നേ രേവതിയുടെ കല്യാണ വാർഷികമല്ലേ, അവളും അവളുടെ കെട്ടിനോട് ഉടുത്തൊരുങ്ങി പോയിട്ടുണ്ട് അവളുടെ വീട്ടിലേക്ക്. നല്ല കാര്യല്ലേ അവള് പോയെങ്കില്. നിനക്ക് നല്ല കാര്യമെന്ന് എനിക്കറിയാം, അല്ലെങ്കിലും നിനക്ക് അവിടെ ചെറിയ ചായമുണ്ടല്ലോ. ഞാനിവിടെ കിടന്ന് പണിയെടുക്കുന്നേ, ആ ചൂടത്തുനിന്ന് പണിയെടുത്ത് ഞാൻ മടുത്തു. ഒരു ദിവസം പണിയെടുത്തപ്പോ നിനക്ക് ഇത്രയും. എല്ലാ ദിവസവും രേവതി രാവിലെ എഴുന്നേറ്റ് എല്ലാവർക്കും വെച്ചും വിളമ്പിയും ഉണ്ടാക്കി തരുന്നുണ്ട്. എന്നിട്ട് പൂക്കൾ കൊണ്ട് അവളുടെ കച്ചവടത്തിന് പോകും. വൈകുന്നേരം വീണ്ടും വന്ന് എല്ലാവർക്കും രാത്രിയിലുള്ള ഡിന്നറും ഉണ്ടാക്കി തന്നിട്ടാ അവളെ കിടന്ന് ഉറങ്ങുന്നത്. അപ്പൊ അതിന് കുഴപ്പമില്ലേ? വന്നോളും. നീ എന്നെ കാണാൻ വന്നാണോ അവൾക്ക് സൈഡ് പറയാൻ വന്നാണോ? ഞാനിപ്പോ നിന്നെ കാണാൻ വന്നതാ എന്ന് ഭാമ പറയുന്നുണ്ട്.
അങ്ങനെ സച്ചിയും രേവതിയും കൂടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും ആ വീട്ടിൽ അടുത്തുള്ളവരെല്ലാം സംസാരിക്കുന്നു കേട്ടോ. എന്തായാലും 1 വർഷം കഴിഞ്ഞ് പോയതേ അറിഞ്ഞില്ല, ഇത്ര സന്തോഷമായിട്ട് നിങ്ങളെ കാണാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കാണ്. അമ്മയും അനിയത്തിയും കൂടിയിട്ട് അവരെ അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട്. അച്ഛന്റെ ഫോട്ടോയ്ക്ക് വിളക്ക് കൊളുത്ത് മോളെന്ന് പറഞ്ഞിട്ട് അമ്മ രേവതിയോട് പറയുമ്പം അച്ഛന്റെ ഫോട്ടോയ്ക്ക് പോയിട്ട് അവള് വിളക്ക് കൊളുത്താണ്. ശേഷം അവിടെ ഇരുന്ന് അനിയത്തി പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഇവർക്ക് 2 പേർക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഷർട്ട് നല്ല രസമുണ്ടല്ലോ എന്ന് അനിയത്തി പറയുമ്പം അമ്മ പറയാണ് സോറി അതിനു മുമ്പായിട്ട് അമ്മ ചോദിക്കുന്നുണ്ട്, അല്ല മോനെ വീട്ടില് എല്ലാരും എന്ത് പറയാനാ, വൈകുന്നേരം അവിടെ ചെറിയ ഫംഗ്ഷനൊക്കെ അച്ഛൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അമ്മയും നിങ്ങൾ 2 പേരും അങ്ങോട്ടേക്ക് വരണം എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ ഉറപ്പായിട്ടും വരാം മക്കളെ എന്ന് പറയാണ്. എന്തായാലും ഊണൊക്കെ റെഡിയാവാറായി, അമ്മയെ കറിയെല്ലാം വെച്ചോ, കറിയും കൂടെ ആയാൽ മതി മോളെ, എങ്കിൽ ഞാൻ വെച്ചോളാം, അമ്മയോട് ഇരുന്നോ എന്ന് രേവതി പറയുന്നുണ്ട്. അങ്ങനെ രേവതി അകത്തേക്ക് പോയിട്ട് സച്ചിക്ക് പലഹാരങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുക കേട്ടോ. ഈ ഷർട്ട് എന്തായാലും ഏട്ടൻ നന്നായിട്ട് ചേർന്നുണ്ട് ഏട്ടാ എന്ന് അവൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അമ്മ പറയാണ്, അത് പിന്നെ ശരത്ത് എടുത്തണമെന്ന ഷർട്ടല്ലേ, പിന്നെ ചേരാതിരിക്കുമെന്ന് ചോദിക്കുമ്പോഴേക്കും അവൻ ചാടി എഴുന്നേക്കാണ്. രേവതി പറഞ്ഞിട്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. രേവതി, നീ എന്നോട് പറഞ്ഞില്ലല്ലോ ഇത് ശരത്തെടുത്ത ഷർട്ടാണെന്ന്. അയ്യോ സച്ചിയേട്ടാ, അത് ഞാനും അറിഞ്ഞില്ല, അമ്മ കൊണ്ടുവന്നാണെന്നല്ലേ ഞാൻ കരുതിയത്. മോളെ ഇന്നലെ അവനാ മോക്കുള്ള സാരിയും സാധനങ്ങളും ഈ ഷർട്ടും ഒക്കെ കൊണ്ടു തന്നത്, അത് നിങ്ങൾ അറിയുമായിരിക്കുന്ന വിചാരിച്ചത്. വേണ്ടമ്മേ, എന്നോട് മറച്ചിട്ട് വളരെ മോശമായിപ്പോയി. രേവതി ചോദിക്കാണ്, അതിന് സച്ചിയുടെ കുഴപ്പം, അവൻ കൊണ്ടു തന്നാണെങ്കിൽ എന്താ പ്രശ്നം, അവനെന്റെ അനിയനല്ലേ. വേണ്ട രേവതി, നീ ഒന്നും പറയണ്ട, അവനാണ് തന്നെങ്കിൽ ഞാൻ ഇടില്ലായിരുന്നു. ഇവനതേ അധ്വാനിച്ചുണ്ടാക്കിയ കാശൊന്നുമല്ല, നിന്റെ അമ്മ ഒരു മുട്ടസുറ്റി വാങ്ങി തന്നാലും എനിക്കത് സന്തോഷമാ. കാരണമേ അവര് കാലു വയ്യാതെ നിന്ന് പൂവ് കെട്ടി ഉണ്ടാക്കുന്ന കാശാ, അത് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശാ. പക്ഷെ അവന്റെ കാശ് അതങ്ങനത്തെ അല്ല, കൊല്ലും കൊലയും ചെയ്ത് അതുപോലെ നടക്കുന്നവന്റെ നിന്ന് മേടിക്കുന്ന കാശാ. അതുപോലെ കള്ളത്തിലോ പിടിച്ചുപറിയും മോഷണം കാണിക്കുന്നതിന്റെ കയ്ന്ന് അതിന്റെ പങ്ക് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ആ ഷർട്ട് വലിച്ചൂരി കളയുന്നുണ്ട്. അയ്യോ മോനെ, അങ്ങനെ ചെയ്യില്ലെന്ന് പറയുമ്പോഴേക്കും ദേഷ്യപ്പെട്ട സച്ചി അവിടുന്ന് ഇറങ്ങി കാറിനടുത്തേക്ക് പോവാണ്. അയൽവാസികളും വീട്ടുകാരും എല്ലാരും ഓടി വരുന്നുണ്ട്. അവർ ചോദിക്കാണ്, എന്താ മോനെ, എന്താ ഷർട്ട് പോലും ഇടാതെ നീ പോകുന്നത്, ഇപ്പോഴാണ് നല്ല കപ്പിൾസ് ആണെന്നൊക്കെ പറഞ്ഞത്, അതിനു മുമ്പേ പിണങ്ങി പോവാണോ മോനെ, നിക്ക് മോനെന്നൊക്കെ പറഞ്ഞ് അവർ വിളിക്കുമ്പോഴേക്കും സച്ചി ദേഷ്യപ്പെട്ട് കാറിനകത്തേക്ക് കയറുന്നുണ്ട്. രേവതി ആണെങ്കിലും അമ്മയും ഞാനും കൂടെ പോവാന്ന് പറയുമ്പോ മോളിവിടെ നിൽക്കുമെന്ന് പറയുമ്പോ വേണ്ടമ്മേ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് കയറുന്നുണ്ട്. ഈ സമയം സച്ചിയോട് രേവതി പറയാണ്, എന്ത് സച്ചിയുടെ കാണിക്കുന്നതൊക്കെ എല്ലാവരും കണ്ടു, ആകെപ്പാടെ നാണക്കേടായി, അമ്മയ്ക്കൊക്കെ എന്തുമാത്രം സങ്കടമായി കാണും എന്ന് പറയുന്നുണ്ട്. നീയും എന്നോട് മറച്ചു വെച്ചില്ലേ, കള്ളം പറഞ്ഞില്ലേ എന്ന് ചോദിക്കാണ്. സത്യമായിട്ടും ഇവിടെ വന്നപ്പോഴാ ഞാനും അറിയുന്നത് അത് ശരത്ത് വാങ്ങിച്ചതാണെന്ന്. അങ്ങനെ വാങ്ങിച്ചപ്പം എന്താ കുഴപ്പമെന്ന് ചോദിക്കാണ്. കുഴപ്പം എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇനി കൂടുതൽ എന്നെ കൊണ്ട് പറയിക്കാൻ നിൽക്കണ്ട എന്നും പറഞ്ഞിട്ട് സച്ചി വണ്ടി എടുത്തോണ്ട് പോവാണ്. നിങ്ങൾ എവിടെ പോവാൻ ചോദിക്കുമ്പം വീട്ടിലേക്ക് പോവാ, അല്ലാതെ എങ്ങോട്ടാണെന്ന് പറയുമ്പം ഈ കോളത്തിൽ പോവാനോ, പിന്നെ അത് മതി നിങ്ങളുടെ അമ്മയ്ക്കൊക്കെ എന്നെ വറുത്ത് കോരാൻ, എല്ലാവരുടെ റെഡിയായിട്ട് നിൽക്കായിരിക്കും, ദയവ് ചെയ്ത് നമുക്കൊരു ഷർട്ട് വാങ്ങിച്ചോണ്ട് പോകാൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ പോയി വാങ്ങിച്ചോളാം എന്ന് രേവതി പറയുമ്പം വേണ്ട ഞാൻ ഈ കോളത്തിൽ കയറി പോക്കോളാം, എന്ത് സംഭവിക്കുന്നു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ബനിയൻ മാത്രിട്ടോണ്ട് സച്ചി അകത്തേക്ക് കയറാണ്. അപ്പോഴേക്കും കടക്കാരൻ, ആഹാ കൊള്ളാലോ സാറേ, ബനിയൻ ഇട്ടുകൊണ്ട് നേരെ ഞങ്ങൾ കടയിലേക്ക് വന്നു, ഇത് ഞങ്ങളുടെ കടയ്ക്ക് തന്നെ വലിയ അഭിമാനമാകും, കാരണം ഞങ്ങളുടെ കടയെ വിശ്വസിച്ച് ഒരാൾ ഷർട്ട് പോലിടാതെ ബനിയൻ ഇട്ടുകൊണ്ട് കയറി വന്നില്ലേ, അത് ഞങ്ങളുടെ കടയ്ക്ക് വലിയൊരു അഭിനന്ദനമാണെന്നും പറഞ്ഞിട്ട് അയാൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അവിടുന്ന് ഒരു ഷർട്ട് വാങ്ങിച്ച് അവരിട്ടുകൊണ്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും അച്ഛനും ചോദിക്കാണ്, ഇതെന്താ നിങ്ങൾ ഇത്ര നേരത്തെ വന്നേ, അങ്ങോട്ടേക്ക് പോയതല്ലേ ഉള്ളൂ. സച്ചി പറയാണ്, അത് അങ്ങോട്ടേക്ക് പോയി ചായ കുടിച്ചു, കാര്യങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങ് പോന്നു, വൈകിട്ട് അവർ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയാണ്. അയന്താ മോളെ, അവിടുന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ലേ, അല്ല സച്ചിയേട്ടന് പെട്ടെന്ന് എന്തോ ഒരു സവാരിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു, അതുകൊണ്ട് ഞങ്ങളിങ്ങ് പോന്നതാണെന്ന് പറയുന്നുണ്ട്. ശ്രുതി പറയാണ്, അല്ല രാവിലെ സച്ചി ഈ ഷർട്ടല്ലല്ലോ ഇട്ടോണ്ട് പോയത്, ഇത് വേറെ ഷർട്ടാണല്ലോ എന്ന് പറയുമ്പോഴേക്കും സച്ചിയോടും രേവതിയോടും അച്ഛമ്മ ചോദിക്കാണ്, ശരിയാണല്ലോ മോനെ, ഷർട്ട് എവിടെയെന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും രേവതി സച്ചിയും ഒരുമിച്ച് പറയുന്നുണ്ട് കേട്ടോ. രേവതി പറയാണ്, ചായ വീണുന്ന്, സച്ചി പറയാണ് ആണയെ കൊണ്ട് കയറിയെന്ന്. ഇത് രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറയുമ്പം നമ്മുടെ ശ്രുതിക്ക് സംശയമാകുന്നുണ്ട്. ശ്രുതി ചോദിക്കാണ്, അല്ല
ഇതെന്തോ പൊറത്തുകേടാണല്ലോ. രണ്ടുപേരും മാറി മാറി പറയുന്നു. വർഷ ചോദിക്കാണ്, അതിനിപ്പോ എന്താ കുഴപ്പം? അങ്ങോട്ട് ഇപ്പൊ ഒരു ഷർട്ട് ഇട്ടു, ഇങ്ങോട്ട് ഇപ്പൊ വേറെ ഷർട്ട് ഇട്ടു, അതിനൊക്കെ എന്താ പ്രശ്നം? ഞാൻ തന്നെ ഡബ്ബിങ്ങിന് പോകുമ്പോൾ 2-3 കോസ്റ്റ്യൂം മാറും, കോസ്റ്റ്യൂമും കൈ കൊണ്ടാ പോന്നെ, അതൊക്കെ ഒരു പ്രശ്നമാണ് ശ്രുതി എന്ന് ചോദിക്കാണ്. അങ്ങനെ ഇവര് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതിയും നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടി ഞങ്ങൾ പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് അവിടെ ബലൂണൊക്കെ കൊണ്ട് എല്ലാരും വളരെ മനോഹരമായി തന്നെ അലങ്കരിക്കുന്നുണ്ട്. നമ്മുടെ ശ്രീകാന്ത് ശ്രുതിയോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ അറേഞ്ച് ചെയ്യാനായിട്ട് കുറച്ചു പേര് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്, നീ നോക്കിക്കോണമെന്ന് പറയുമ്പം ഞാനൊന്നും ചെയ്യില്ലെന്ന് പറയണം. നീ ചെയ്യണ്ട, നീ ഇവിടെ നോക്കിയിരുന്നാ മതി, അവരൊന്ന് ചെയ്തിട്ട് പോക്കോളുമെന്നും പറഞ്ഞിട്ടാണ് അവൻ പോണത്. അങ്ങനെ വന്നിട്ട് എല്ലാം അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കാണ്, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇവിടെ വന്ന് കേറിയ വലിഞ്ഞീഴന്നവർക്കൊക്കെ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടെന്ന് ചോദിക്കുമ്പം രവി പറയാണ്, ഇതേ എന്റെ തീരുമാനമാ, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, അതെ അത് തന്നെയാ വേണ്ടത്, നിനക്ക് നിന്റെ കാര്യം നോക്കി ഇരുന്നാ പോരെ ചന്ദ്രേ, വെറുതെ എന്തിനാ ആവശ്യത്തെ കാര്യത്തിലൊക്കെ ഇടപെടുന്നത് എന്ന് ചോദിക്കുമ്പം അല്ലമ്മേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് അവളും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ രേവതിയുടെ വീട്ടിൽ നിന്നും അവളുടെ അമ്മയും അനിയത്തിയും കൂടി വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഭാമയും അതുപോലെ ബാക്കി വീട്ടിലുള്ള എല്ലാരും ഉണ്ട് കേട്ടോ. പിന്നെ രവിയുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വർഷയുടെ അമ്മയും അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. വർഷയുടെ അമ്മയെ കണ്ടപാടെ സച്ചിക്കും രേവതിക്കും വല്ലാണ്ടാവുന്നുണ്ട്. വർഷയാണെങ്കിൽ പോയി മമ്മി എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെഡിങ്ങിന്റെ കേക്കൊക്കെ ശ്രീകാന്ത് കൊണ്ടുവരുന്നുണ്ട്. വലിയ കേക്കാണ് കേട്ടോ കൊണ്ടുവരുന്നത്. ഈ കേക്ക് കാണുമ്പോഴേക്കും ശ്രുതി ഓടി വരുന്നുണ്ട്. ഈശ്വര, ഇത്രയും വലിയ കേക്കോ? ഇത് കണ്ടിച്ച് ഫ്രിഡ്ജ് വെക്കാണെങ്കിൽ പാതി തീർത്ത് വെക്കണം അമ്മേ, 2-3 ദിവസം കഴിക്കാം എന്നൊക്കെ പറയുമ്പം ശ്രുതി പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വർഷയുടെ അമ്മ വന്നിട്ടാണെങ്കിലോ, ഞാനേ ഇവർക്കൊരു സമ്മാനം കൊണ്ടാ വന്നത്, മോള് കൈ നീട്ടിക്കെന്ന് പറഞ്ഞിട്ട് ഇവരുടെ ബാഗിൽ നിന്നും 2 വള എടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സ്വർണ്ണവളയാണ് എടുക്കുന്നത്. നല്ല വെയിറ്റ് ഉള്ള നല്ല തൂക്കമുള്ള 2 വള തന്നെ എടുക്കുന്നുണ്ട്. എന്നിട്ട് രേവതിയുടെ കയ്യിലേക്ക് അത് കൊടുക്കാണ്. അപ്പോഴേക്കും ചന്ദ്രഭാമയോട് പറയുന്നുണ്ട്, കണ്ടില്ലേടി എന്തോരം വലിയ വളയാ കൊണ്ടുവന്നത്, ഓ എത്ര പവൻ കാണും അത്, ഈ വലിഞ്ഞേറ് വന്നവർക്കൊക്കെ ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ഭാമ പറയാണ്, അവക്ക് കിട്ടിയത് കൊണ്ടാണോ അത് നിനക്ക് കിട്ടാത്തോണ്ടാണോ നിനക്ക് അസൂയ എന്ന് ചോദിക്കാണ് കേട്ടോ. ഈ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, കണ്ടോ ഇങ്ങനെ വേണം സംബന്ധി, അതായത് ബന്ധുക്കാരായാല്, അല്ലാതെ കുറെ ഫ്രൂട്ട്സും ഒരു സാരിയും ഒരു ഷർട്ടും കൊണ്ടല്ല വരേണ്ടത്, ഇങ്ങനെ കണ്ടുപഠിച്ചാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അവരുടെ അമ്മേനെയും അനിയത്തിനെയും ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. രവി പറയാണ്, ഓർത്തരുടെ മനസ്സാണ് പ്രധാനം, അതെന്ത് സാധനമാണെന്നുള്ളതല്ല എന്നും പറഞ്ഞ് രവിയും പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറയാണ്, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വരികയാണല്ലോ, ഇവരെ നേരത്തെ കുട്ടിയെ വിളിച്ചേക്കണം, നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ, മിണ്ടാര് ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതി വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് രേവതിയാണെങ്കിൽ ആ വളം നോക്കിയിട്ട് ഈ വളർന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നും പറഞ്ഞിട്ട് നേരെ വർഷത്തിലേക്ക് പോകുന്നുണ്ട്. വർഷയുടെ കൈ പിടിച്ചിട്ട് ആ വളയിട്ട് കൊടുക്കാണ്. എന്താ ചേച്ചി ഇത്, ചേച്ചിക്ക് കൊണ്ടുവന്നല്ലേ ഇത് എന്ന് പറയുമ്പോഴേക്കും എനിക്ക് വേണ്ട വർഷേ, നീ എന്റെ സ്വന്തം അനിയത്തിപ്പോലെ തന്നെയല്ലേ, എനിക്ക് ഈ സാധനങ്ങൾക്കൊന്നും ആഗ്രഹമില്ല, നീ തന്നെയാണ് ഇടേണ്ടത്, നിന്റെ കൈക്ക് വളരെ മനോഹരമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോഴേക്കും രവി പറയാണ്, കണ്ടോ അവക്ക് കുറച്ച് സാധനം പോലും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന നല്ല മനസ്സാണ് എന്റെ രേവതി മോളുടേത് എന്ന് പറയാൻ കേട്ടോ. ശരിക്കും ഇവരോടുള്ള ഒരു കലിപ്പിന്റെ പേരിലാണ് അവൾ ആ സ്വർണം മേടിക്കാത്തത്. അതുപോലെ തന്നെ മുത്തശ്ശിയാണെങ്കിലും അവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. രേവതിയും ബാക്കി ശ്രീകാന്തും എല്ലാരും സമ്മാനം കൊടുക്കാണ് കേട്ടോ. നീ പെട്ടെന്ന് കേക്ക് ഒന്ന് കട്ട് ചെയ്യടാന്ന് പറഞ്ഞ് ശ്രുതി ബഹളം വെച്ചോണ്ടിരിക്കാണ്. അങ്ങനെ ലാസ്റ്റ് ആയിട്ട് കേക്കും കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാരും പരസ്പരം കേക്കൊക്കെ വായിലേക്ക് വെച്ച് കൊടുക്കാണ്. ഇതേ സമയത്ത് തന്നെ ആന്റണി ശരത്തിനോട് പറയുന്നുണ്ട്, എടാ ദാ ഇത്രയും കാശുണ്ട്, ഇതുകൊണ്ട് പോയി നീ കുറെ സാധനമായിട്ട് പോണം. ഞാൻ രാവിലെ മേടിച്ച ഷർട്ട് പോലും വീട്ടിലൂരിട്ടിട്ടാ അയാൾ പോയത്, അയാൾക്കത് ഇഷ്ടമില്ല, പിന്നെ അങ്ങോട്ടേക്ക് പോണോ? വേണോടാ, നീ പോയിട്ടെ അവിടെ നിന്റെ പ്രൗഢി കാണിക്കണം. ഇത്രയും നിന്നെ അപമാനിച്ചവരൊക്കെ ആ വീട്ടിലുണ്ടല്ലോ, അവരെല്ലാം കാണണം നീ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ പോയിട്ടില്ലാന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, അതിന്റെ ആവശ്യമുണ്ട് ആരെങ്കിലും ചോദിക്കുമ്പം അതുണ്ടടാ, ഇവനിപ്പോ അതും കൊണ്ട് അങ്ങോട്ടേക്ക് പോവും. അവിടെ ചെല്ലുമ്പം ആ സച്ചേരി സ്വഭാവം വെച്ച് അവൻ ദേഷ്യപ്പെടുകയും അടിയും ബഹളം ഉണ്ടാക്കുകയും ഇങ്ങനെ അടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കെട്ടിയോളും തമ്മിൽ പിണങ്ങുകയും ചെയ്യും. അവരെ നല്ല ദിവസമേ കോളവാകും. അത്രയും സമാധാനം എനിക്ക് കിട്ടുമെന്ന് ആന്റണി പറയുന്നുണ്ട്. അങ്ങനെ
ഇവരെല്ലാം ആഘോഷമായിട്ട് ആ ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷം ഇരിക്കുമ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് ശരത്ത് കയറി വരുന്നത്. ശരത്തിനെ കാണുമ്പോൾ തന്നെ സച്ചിക്ക് വല്ലാണ്ടാവുന്നുണ്ട്. സച്ചിന്റെ കയ്യിൽ പിടിച്ച് അമ്മയ്ക്ക് പിടിച്ച് വെച്ചിരിക്കുകയാണ് രേവതി. അമ്മയും അനീതിയൊക്കെ ആണെങ്കിലും വല്ലാണ്ട് പേടിച്ച് നിൽക്കുകയാണ്. എല്ലാവരും അടുത്തത് സംഭവിക്കാൻ പോവാണെന്ന് ഓർത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരിക്കും. അപ്പോഴേക്കും ശരത്ത് അകത്തേക്ക് വന്നിട്ട് രണ്ടുപേർക്കും വേണ്ടി വെഡിങ് ആനിവേഴ്സറി ആശംസകൾ എന്നും പറഞ്ഞുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ കൊടുക്കാണ്. അപ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് ഏതാണ്ടൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇത് ആന്റണി പിരികേറ്റി വിട്ടതായിരിക്കും എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അവൻ ആ കവറുകളൊക്കെ മേടിച്ചിട്ട് ആഹാ നല്ല സാരിയാണല്ലോ, ഇന്നാ രേവതി നിനക്ക് ആ സാരി, ബാക്കി സാധനങ്ങളെല്ലാം വാങ്ങിച്ചത് വെക്കാണ്. എന്നിട്ട് ഷർട്ട് എടുത്തിട്ട് ആഹാ സൂപ്പർ ഷർട്ടാണല്ലോ എന്നും പറഞ്ഞിട്ട് അവൻ ഇട്ട ഷർട്ട് ഊരിയിട്ട് ആ ഷർട്ട് ഇട്ട് നോക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാടാ, അടിപൊളി ഷർട്ടാന്ന് പറയാൻ കേട്ടോ. ഇത് കണ്ട് ആകെപ്പാടെ അന്തം വിട്ട് നിൽക്കുകയാണ് രേവതിയും അതുപോലെ രേവതിയുടെ അമ്മയും ബാക്കി എല്ലാവരും. എന്നിട്ട് കേക്ക് എടുത്തൊരു പീസ് അവന്റെ വായിലേക്ക് തിരികെ കയറ്റുന്നുണ്ട്. ശരിക്കും അവിടെ അടിപ്രതീക്ഷയാണ് ശരത്ത് അങ്ങോട്ടേക്ക് വന്നതും. അത് സംഭവിക്കാത്തില്ലെന്ന് ശരത്ത് നല്ല കലിപ്പ് വരുന്നുണ്ടോ. ശരത്തിനെ കൂട്ടി ഇങ്ങ് വന്നേടെ അളിയാന്നും പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഡാ നീ ഇത് ആര് പറഞ്ഞിട്ട് ചെയ്താണെന്നും എന്തിനോട് ചെയ്താണെന്നൊക്കെ എനിക്കറിയാം. ഇവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒരു സീൻ ക്രിയേറ്റ് വേണ്ടി വന്നാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ എന്റെ ഭാര്യയുടെ കണ്ണ് ഇന്ന് നിറയാൻ പാടില്ല, അതുകൊണ്ടാ ഞാൻ ഇട്ടതെന്നും പറഞ്ഞിട്ട് മര്യാദയ്ക്ക് തല്ലുകൊള്ളാന്ന് പൊയ്ക്കോന്നും പറഞ്ഞ് പറഞ്ഞിടുകയാണ്. ഇതാകത്തൊന്ന് രേവതി കാണുന്നു കേട്ടോ. രേവതിയും ഒന്നും മിണ്ടാതെ നിൽക്കാണ്. അങ്ങനെ വന്നിട്ട് എല്ലാവരും കൂടിയിട്ട് നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഇവരെ കുറിച്ച് ഇന്ന് രണ്ട് വാക്ക് പറയേണ്ട വർഷ പറയുമ്പോഴേക്കും എല്ലാവരും ഓരോരോ കാര്യങ്ങൾ വെച്ച് പറയുന്നുണ്ട് കേട്ടോ. ശ്രുതിയാണെങ്കിലും വർഷയാണെങ്കിലും സച്ചിയുടെ സ്വഭാവത്തെ കുറിച്ചും അത് നമ്മുടെ രേവതി സഹിക്കുന്ന ത്യാഗമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷമായിട്ട് ആ ഒരു പരിപാടി ഗംഭീരമാക്കുന്നുണ്ട് കേട്ടോ.